ഹായ്, പ്രിയാസ് ഡെലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പായസമായിട്ടാണ്. കാരാമൽ നുറുക്ക് ഗോതമ്പ് പായസം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. പിന്നെ ഈ ചാനൽ ഇതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1/2 കപ്പ് സൂചി ഗോതമ്പ്, അതായത് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 3-4 മണിക്കൂർ മുന്നേ ഞാൻ കുതിർത്തി വെച്ചേക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കുതിർക്കാൻ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിരുന്നാലും മതി. ഇതാണിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സൂചി ഗോതമ്പ് എന്നും പറഞ്ഞിട്ട്, ബ്രോക്കൺ വീറ്റ്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 ഗ്രാമോളം ഉണ്ടാവും. പഞ്ചസാര 3/4 കപ്പ്, ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. പാല് ഞാൻ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ പശുവിൻ പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന്, രുചിക്കനുസരിച്ച് ചേർക്കാം. അത് ഞാൻ കറക്റ്റ് അളവ് പായസം ഉണ്ടാക്കുമ്പം പറയാം. പിന്നെ കശുവണ്ടിയും കിസ്മിസും ആവശ്യത്തിന്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനതൊന്ന് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് നമുക്ക് വേവിച്ച് നോക്കാം. ഇപ്പം നേരത്തെ കുതിർത്ത് വയ്ക്കാത്തവർ, അതായത് ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് വെച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്കൊരു 5-10 മിനിറ്റും കൂടി കൂടുതൽ വേണ്ടി വരും. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ 15 മിനിറ്റും കൊണ്ട് നുറുക്ക് ഗോതമ്പ് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇടുക. ആദ്യം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാണ് വേണ്ടത്. പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ. വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി തീയെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ പഞ്ചസാര ശരിക്കും അലിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരണം നമുക്ക്. ഇപ്പം ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇടയ്ക്കൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പിടിക്കും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ ബട്ടർ ഇതിനകത്ത് കിടന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്താൽ മതി. നമ്മളൊരു ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റിലാണല്ലോ ഈ പായസം ഉണ്ടാക്കുന്നത്, അതിനാണ് ബട്ടർ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് തീ ഓൺ ചെയ്യാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പിനകത്ത് യോജിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാലുണ്ടല്ലോ, അത് ആദ്യം കുറച്ചൊന്ന് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാല് നല്ല തണുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടായിട്ടുള്ള സിറപ്പിലേക്ക് പാലൊഴിക്കുമ്പം കുറച്ച് സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഒഴിക്കാം.
ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പാലൊഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പഞ്ചസാര ഇടയ്ക്ക് കട്ടയായി കിടക്കുന്ന കൂട്ടി തോന്നും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അത് ഈ ചൂടി കിടന്ന് തന്നെ അലിഞ്ഞോളും. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ പാലൊന്ന് ജസ്റ്റ് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് ആ ഗോതമ്പ് ചേർക്കാനായിട്ട്. നമ്മുടെ പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം. തീ എപ്പോഴും സിമ്മിൽ തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുണ്ടാക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല, നല്ല എളുപ്പമാണ്. നമ്മൾ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്ന പായസം എല്ലാ വട്ടം ഉണ്ടാക്കി കഴിക്കാണ്ട് ഈ തവണ ഓണത്തിന് ഈ പായസം ഒന്ന് പരീക്ഷിച്ച് നോക്കും. നല്ല ടേസ്റ്റാണ്, പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മുടെ ആ ബട്ടർസ്കോച്ചിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെയും ബട്ടർസ്കോച്ചിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പം ഇപ്പോൾ പായസം കുറുകി വരുന്നുണ്ട്. ഇനി കുറുകി വരുന്തോറും കളറ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി ഇതിലും ഡാർക്കായിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഷുഗർ കാരമലൈസ് ചെയ്തില്ലേ, ആ സമയത്ത് സാധാരണ ഷുഗർ ചേർക്കുന്നതിന് പകരം ബ്രൗൺ ഷുഗർ എടുത്ത് അതേ അളവിൽ ചെയ്താൽ മതി. കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും. നിർബന്ധമില്ല, പിന്നെ ചിലർക്ക് അങ്ങനെ ഇച്ചിരി കൂടി കളറൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പായസം ഒന്നും കൂടി കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതേ കളർ ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകണം. അപ്പം തൊടൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ മധുരം നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മധുരം നോക്കിയപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. അപ്പം എനിക്കിത് കറക്റ്റ് മധുരമാണ്. ഞാനിനി കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് നമ്മളെടുത്ത് വെച്ചിരുന്ന നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് കിസ്മിസും കശുവണ്ടിയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.